ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെള്ളപ്പോളയും കായ്ക്കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് പച്ചരി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ പുതിർത്ത് വെക്കുക. കഴുകിയിട്ട് വേണേൽ പുതിർത്ത് വെക്കാൻ. ഒരു 4-5 മണിക്കൂർ എടുത്തോട്ടെ പുതിരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പുതിർന്നതിന് ശേഷം നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് ഉഴുന്നും അരിയും കൂടെ മിക്സിയിലേക്ക് ഇടുക. പിന്നെ ഉപ്പ്, പഞ്ചസാര 1 ടീസ്പൂണാണ്, പിന്നെ ഈസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ അതേപോലെ തേങ്ങര വെള്ളം എന്ന് പറയുന്നത് ഒരു അരക്കപ്പാണ് കേട്ടോ വേണ്ടത്. 1/4 കപ്പ് ചോറും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ നമുക്ക് എന്താക്കാം, ഇത് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഓവനിൽ വെച്ച നല്ല രീതിയിൽ പൊന്തിയിട്ട് വരും കേട്ടോ. അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടി വെച്ചിട്ട് തന്നെ പൊത്തണേ, എന്നാലേ ഇത് നല്ല രീതിയിൽ പൊന്തിയിട്ട് വരുമല്ലോ. അങ്ങനെ ഇതൊക്കെ ഉണ്ടായി, ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ബബിളൊക്കെ വന്നിട്ടുണ്ട് മുകളിലൊക്കെ. അതിൻ്റെ ബബിളൊന്നും കളയാണ്ട് തന്നെ ഇത് ഈ ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിക്കണം കേട്ടോ. വേറെ പാത്രത്തിൽ നമുക്കൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും ആക്കാം കേട്ടോ. നമ്മളടുത്ത് അതൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഈ ഇഡ്ഡലിത്തട്ടിൽ ഉണ്ടാക്കുന്നത്. കണ്ട, ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന കായ്ക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ ഫസ്റ്റത്തെ പാലില്ലേ അതെടുത്തിട്ടുണ്ട്. അത് എടുത്ത് നല്ല അരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ പഴം, നല്ല പഴുത്ത ചെറിയ പഴമില്ലേ, അത് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുക. അങ്ങനെ ഇത് നമ്മൾ വെള്ളപ്പോളയും കായ്ക്കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ എമ്മിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ഇൻഷാല്ലാ.